വർദ്ധിക്കുന്നേ രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല പ്രത്യാശയേറിടുന്നേ സന്തോഷം വർദ്ധിക്കുന്നേ രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല വന്നിടും യേശുരാജൻ തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല വന്നിടും യേശുരാജൻ തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് ശേഷം 5-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു രോഗസൗഖ്യത്തിന് വേണ്ടി. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു രോഗസൗഖ്യത്തിന് വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നാം ചെലവഴിക്കുന്നുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു പാപത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. തന്നെ ക്രിസ്തുവിന് വേണ്ടി മുഴുവനായി ചെലവഴിക്കുവാനുള്ളതായ സന്മനസ് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് 3-ാമത്തെ കാര്യം, ഒരു സ്ത്രീ ഏറ്റവും പരവശയായിപ്പോയി. 12 കൊല്ലമായി ബ്ലീഡിങ്, 12 കൊല്ലമായി രക്തവാർച്ച. സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും. 12 കൊല്ലം തുടരെ രക്തവാർച്ചയുണ്ടായി ഒരു ചികിത്സയും വലിക്കില്ലെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ രൂപം എന്തായിരിക്കും? പാവം, മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായി, നിർജീവമായ കണ്ണുകൾ, അങ്ങ് കുഴിഞ്ഞുപോയ കണ്ണുകൾ, കണ്ണിൻ്റെ താഴെ മുഴുവൻ കറുത്ത് പാടുകൾ, പാവം അങ്ങ് വശം കെട്ടൊരു സ്ത്രീ, അവശയായ സ്ത്രീ. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത സ്ത്രീ. പല വൈദ്യന്മാരും ഏറിയോന്ന് സഹിച്ചവൾ. പല ഡോക്ടർമാരെയും കണ്ടു, പല വൈദ്യന്മാരെയും കണ്ടു, ഏറിയോന്ന് സഹിച്ചു. ചികിത്സകൾ സഹിക്കാൻ വയ്യാത്ത ചികിത്സകളുണ്ടായിരുന്നു, സഹിച്ചു. അവൾ താങ്ങാൻ വയ്യാത്ത ചികിത്സകളുണ്ടായിരുന്നു, എല്ലാം ചെലവഴിച്ചു. എല്ലാം ഒട്ടും ഭേദം വന്നില്ല, ഒരു പ്രയോജനം കിട്ടിയില്ല. ചികിത്സ കൊണ്ടൊന്നും പ്രയോജനം കിട്ടിയില്ല. മനസ്സ് ഭാരപ്പെട്ടു, ശരീരം മെലിഞ്ഞുണങ്ങി, ജീവിതം വിരസമായി, നിരാശ മുറ്റി, ഇനി ആശയ്ക്ക് വകയില്ല. എല്ലാം തീർന്നു, പറയില്ലേ, ചാപ്റ്റർ ക്ലോസ് ചെയ്തു, തീർന്നു, ഇനി അത് ചിന്തിക്കാനില്ല. സൗഖ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ ഈ 12 കൊല്ലം ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത കാര്യത്തിൽ സൗഖ്യം കിട്ടുന്നതാ പ്രതീക്ഷയില്ല. സൗഖ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഏറ്റവും പരവശയായിപ്പോയി എന്നാണ് വേദവസ്തു പറയുന്നത്. പക്ഷേ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു, യേശുവിനെക്കുറിച്ച് കേട്ടു, യേശു രോഗസൗഖ്യം തരുന്നവനാണെന്ന് കേട്ടു, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്ന് കേട്ടു. എൻ്റെ ഈ രോഗത്തിന് യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് അവൾക്കൊരു വിശ്വാസം വന്നു. മറ്റാരെയും നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം നോക്കി കഴിഞ്ഞതാണല്ലോ. 12 കൊല്ലമായുള്ള ദീർഘനാളുകളുടെ ചികിത്സ ഫലപ്പെട്ടില്ല. പാവം അവൾ ഇങ്ങനെ ഓർത്തോ, വേദവസ്തം പറയുന്നില്ല, ഞാൻ രക്തസ്രവമുള്ളൊരു സ്ത്രീയാണ്, പരിശുദ്ധനായ യഹൂദർബിയുടെ മുമ്പിൽ ചെല്ലാൻ എനിക്ക് പറ്റുമോ? ഈ യേശുവിന് മുമ്പിലേക്ക് ചെല്ലാൻ എനിക്ക് യോഗ്യതയുണ്ടോ? ഞാൻ രക്തവാർച്ചയുള്ള സ്ത്രീയല്ലേ, അദ്ദേഹം പരിശുദ്ധനാണ്, അങ്ങോട്ട് ഞാൻ എങ്ങനെ ചെല്ലും? അവളങ്ങ് ചിന്തിച്ചോ? വേദവസ്തം അങ്ങനെ പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ന്യായമായി ഊഹിക്കാം. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. എന്തൊരു ഭാഗ്യം, അന്ന് അവളുടെ വീടിൻ്റെ അരികത്തുകൂടി ഈ റോഡിൽ കൂടെ യേശു നടന്നു പോകുന്നു എന്ന് കേട്ടു. എന്തൊരു അത്ഭുതം. അവൾ കാത്തിരുന്നൊരു അവസരം, അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതല്ല. യേശുവിനെക്കുറിച്ച് കേട്ടു, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. പക്ഷേ യേശു എൻ്റെ വീടിൻ്റെ അരികത്തുകൂടി, എൻ്റെ അരികത്തുകൂടി, എൻ്റെ സമീപത്തുകൂടി വരുന്നുണ്ട് എന്നുള്ളത് അവൾക്കൊരു അത്ഭുതമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പലതും യാദൃശ്യം നമുക്ക് തോന്നാം. യേശു എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യം, നിങ്ങളിന്നിങ്ങോട്ട് വന്നത് യേശു കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷാദങ്ങൾ യേശു അറിയുന്നുണ്ട്. നിങ്ങളുടെ ആകുലങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. ആകുലങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. എല്ലാം കർത്താവ് കാണുന്നു. യേശു ക്രിസ്തു എല്ലാം അറിയുന്നു. യേശു ക്രിസ്തു അറിയാത്ത ഒരാറ്റം പോലും, ഒരണു പോലും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം യേശു, നമ്മുടെ ചിന്തകൾ യേശു അറിയുന്നു, നമ്മുടെ നിരൂപണങ്ങൾ യേശു അറിയുന്നു, നമ്മുടെ ഓർമ്മകളെല്ലാം യേശു സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം കർത്താവ് എഴുതി വച്ചിരിക്കുന്നു, ഓർമ്മകളിലുള്ളത്. നോക്കൂ, ഓരോ വാക്കും യേശു കേൾക്കുന്നു, യേശു അറിയുന്നു. ഇവൾ ഒരു പാരവശ്യം പോണ്ടൊരു സ്ത്രീ എവിടെ ഉണ്ട് എന്ന് യേശു അറിയാമായിരുന്നു. യേശു ആ വഴിയായി വന്നു. എന്തൊരു സ്നേഹം! ആ വഴിയായി യേശു വന്നപ്പോൾ അവളെ സംബന്ധിച്ചൊരു യാദൃച്ഛിക സംഭവിച്ചൊരു കാര്യമെന്നേ അവൾക്ക് തോന്നിയിട്ടുള്ളൂ. അവൾ വീട് വിട്ടിറങ്ങി, റോഡിലേക്ക് ഇറങ്ങി. ഞാനിങ്ങനെ ഭാവനയിൽ കാണും, അവളുടെ മക്കൾ പറഞ്ഞു കാണും, അമ്മ ഇനി എന്ത് കാര്യത്തിനിങ്ങനെ പോകുന്നു, ഈ ഒരു പേക്കോലമായിട്ട് 4 പേര് കൂടുന്നിടത്ത് പോകുന്നു, മോശമല്ലേ? നമുക്കില്ലേ ഒരു മാനവും അഭിമാനവും ഒക്കെ വേണ്ടേ?
എന്ത് മോശമാണ്. പറഞ്ഞോ? അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. അതെൻ്റെ ഭാവനയിൽ ഞാൻ പറയുന്നതാണ്. ആ മക്കൾ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ പറഞ്ഞു, മക്കളെ അങ്ങനെ പറയല്ലേ, ഒരു പ്രാവശ്യം കൂടി, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല. ഇന്ന് യേശു നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ. മക്കളുടെ മൗനാനുഭവത്തോടെ അവൾ ഇറങ്ങി. ചെന്നപ്പോഴേ പ്രശ്നം, ജനക്കൂട്ടം തിക്കിത്തിരക്കിക്കൊണ്ട് പോവുകയാണ്. ഭയങ്കര ജനക്കൂട്ടം. ആളുകൾ തിങ്ങിപ്പോകുന്നു. കാരണം രോഗസൗഖ്യം കിട്ടിയ അനേകം ആളുകളുണ്ട്. രോഗസൗഖ്യം കിട്ടാൻ്റെ കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. കർത്താവ് ശിഷ്യന്മാരുണ്ട്. ഇതുവരെയുള്ള അനുഭവത്തിൽ യേശുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ച അനേകം പേരുണ്ട്. വലിയൊരു ഘോഷയാത്ര പോലെ പോവുകയാണ്. യേശുവിൻ്റെ നടുവിൽ കൂടി യേശു പോകുന്നുണ്ട്. അവൾ നോക്കി, ഒരു രക്ഷയുമില്ല. യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ നിർവാഹമില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ നിർവാഹമില്ല. ഭയങ്കര തിരക്ക്. എന്താ പോംവഴി? അവളുടെ ആഗ്രഹം യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് കവിഴ്ന്ന് വീഴണം, ആ റോഡിൽ മുട്ടുകുത്തണം, യേശുവിൻ്റെ കാൽക്കൽ വീണ് കിടന്നുകൊണ്ട് കർത്താവേ എനിക്ക് സൗഖ്യം തരണമെന്ന് പറയണം. ഇതൊക്കെ അവളുടെ ആഗ്രഹം. പക്ഷേ അതൊന്നും പറയാൻ യാതൊരു നിർവാഹമില്ല. ആഗ്രഹം സാധിക്കില്ല. പിന്നെ എന്താ ചെയ്യുക? എന്നാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ തൊങ്ങൽ ഞാന്ന് കിടക്കുന്നുണ്ടല്ലോ, അതിന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും. അവൾ വിശ്വസിച്ചു. അതൊരു വലിയ വിശ്വാസമാണ്. യേശുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. എല്ലാം ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ, പല വൈദ്യന്മാരാൽ ഏറിയവും സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഭേദം വരാതെ പരവശയായിരുന്ന സ്ത്രീ ഇപ്പോൾ ആ ആളുകളുടെ ഇടയിൽ കൂടി ഊളിയിട്ട് ഇങ്ങനെ കടന്ന് പയ്യെ അങ്ങ് ചെല്ലുകയാണ്. ആളുകൾക്കൊരു അസഹ്യത പോലെ തോന്നിക്കാണും. ഈ സ്ത്രീ എന്തിനിങ്ങനെ തിക്കിത്തിരക്കി ആളുകളുടെ ഇടയിൽ കൂടി പോകുന്നു? അവർക്ക് മനസ്സിലായില്ല. പലർക്കും മനസ്സിലാവുകയില്ല. നമ്മൾ ഈ ആത്മീയം പറയുന്നത് ചിലർക്ക് മനസ്സിലാകുന്നില്ല. പലർക്കും മനസ്സിലാകുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ യോഗമൊക്കെ പറഞ്ഞ് നടക്കുന്നത്? എല്ലാം ഇവിടെ പള്ളിയിലില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ യോഗമൊക്കെ നടക്കുന്നു? ഇങ്ങനെ പള്ളിയിലുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ആത്മാവിനെ കിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് വചനം ഉരുള് തിരിച്ച് കിട്ടുന്നുണ്ട്? വചനത്തിൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞ് ചെന്ന് കർത്താവിൻ്റെ അരികത്തേക്ക് എത്തി. ഈ പെറയിൽ ആ കർത്താവിൻ്റെ ചുമലിൽ നിന്ന് ഉള്ള പട്ടു തൊങ്ങൽ, അതങ്ങ് ഞാന്ന് കിടക്കുന്ന ആ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. എന്തൊരു അത്ഭുതം! അവൾ ഞെട്ടിപ്പോയി. ഏതോ ഒരു ശക്തി അവളുടെ ശരീരത്തിൽ കൂടി പാസ് ചെയ്തു. ശരീരത്തിൽ കൂടി ഒരു അലൗകികമായ ശക്തി ശരീരത്തിൽ കൂടി കടന്നുപോയി. എന്തോ ഒരു ശക്തി, ഇലക്ട്രിസിറ്റി അതിൽ തൊട്ടാൽ ഞെട്ടുന്നത് പോലെ, ഷോക്ക് പോലെ എന്തോ ഒന്ന് സംഭവിച്ചു. അവൾക്ക് മനസ്സിലായി. അവളുടെ ശരീരത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. രോഗം മാറി, രക്തസ്രവം നിന്നു. ഓ, ഇതെന്തൊരു അല്പം! 12 കൊല്ലമായി ഞാനിത് വഹിച്ചുകൊണ്ട് നടന്നു, ഇന്നിതാ പെട്ടെന്ന് ഇതാ മാറിയല്ലോ. അവൾ പുറകോട്ട് മാറാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവിടെ നിന്നു. പുരുഷാരും നിന്നു. കർത്താവ് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? എന്നെ തൊട്ടതാരാണ്? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് എല്ലാവരും തൊടുകയല്ലേ, ഇത്രയും തിരക്കുള്ള ഇടത്ത് എല്ലാവരും തൊടുന്നില്ലേ, ഇന്നയാളെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, എന്നെ ഒരാൾ തൊട്ടു, മനഃപൂർവ്വം തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൊടുന്നവരനേകരുണ്ടെങ്കിലും ശക്തി പുറപ്പെടുന്നത് ഏതാനും പേരിലേക്കേ ഉള്ളൂ. അനേകർ തൊടും. വചനം കേൾക്കാൻ വരുന്നവരനേകരുണ്ടെങ്കിലും ചിലർക്കേ ശക്തി ലഭിക്കുന്നുള്ളൂ, ചിലർക്കേ യേശുവിൻ്റെ കൃപ ലഭിക്കുന്നുള്ളൂ. എല്ലാവരും തൊടുന്നുണ്ട്. എന്നെ ഒരാൾ മനഃപൂർവ്വം തൊട്ടു, എന്നിൽ ശക്തി പുറപ്പെട്ടു. അവളെവിടെ? അതാരാണ്? അവൾ പേടിച്ച് വിറച്ച് കൈകൂപ്പിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെന്നു. ഞാൻ ഈ പരിശുദ്ധനായ യഹൂദ റബിയെ ഞാൻ തൊട്ടുപോയല്ലോ, തെറ്റിപ്പോയോ? അയ്യോ, എൻ്റെ ദൈവമേ ക്ഷമിക്കണമേ. അവൾ ഏങ്ങലടിച്ചു കൊണ്ടെന്നല്ലേ വിതുമ്പിക്കൊണ്ട് അവൾ മുമ്പിൽ ചെന്നു. അവൾ കൂപ്പി ഇങ്ങനെ കൈ വിറക്കുകയാണ് പാവം. കർത്താവ് അവളുടെ നേരെ നോക്കി. അവളുടെ വിശ്വാസം കർത്താവ് കണ്ടു. അവൾ സൗഖ്യം ലഭിച്ചത് കർത്താവ് കണ്ടു. കർത്താവ് അവളുടെ നേരെ നോക്കി. സൃഷ്ടാവ് സൃഷ്ടിയെ നോക്കി. അവളെ മെനഞ്ഞുണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടവൻ തൻ്റെ കൈപ്പണിയെ നോക്കി. കർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് സൗഖ്യം കിട്ടിയത് കർത്താവിന് സന്തോഷമായി. വിശ്വാസത്തോടെ തൊട്ടത് കർത്താവിന് സന്തോഷമായി. അവൾ പറഞ്ഞു, ഞാൻ ഒന്നും നിരൂപിച്ചല്ല, ഞാൻ 12 കൊല്ലമായി രക്തവാർച്ചയുള്ള സ്ത്രീയാണ്. അനേകം ഡോക്ടർമാരെ കണ്ടു, വൈദ്യന്മാരെ കണ്ടു, ചികിത്സിച്ചു ഫലപ്പെട്ടില്ല. ഞാൻ
ഇന്ന് യേശുനാഥ അവിടുന്ന് ഈ വഴിയിൽ കൂടി പോകുന്നു കേട്ടപ്പോൾ എനിക്ക് അവിടുത്തെ അടുക്കലേക്ക് വരാൻ പറ്റിയാൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ വസ്ത്രത്തിൽ തൊങ്ങലും തൊട്ടുപോയി. കർത്താവ് അവളുടെ വാത്സല്യത്തോടെ നോക്കി, കർത്താവ് സ്നേഹവായ്പോടെ നോക്കി. കർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞു, അവളുടെ കണ്ണ് നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ നിങ്ങളെ കർത്താവ് നിറകണ്ണുകളോട് നോക്കുന്നുണ്ടെന്ന്? നിങ്ങൾക്കറിയാമോ കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നുവെന്ന്? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ചില രോഗങ്ങൾ മാറാൻ പോകുന്നുവെന്ന്? നിങ്ങൾക്കറിയാമോ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ചില ശാപങ്ങൾ മാറാൻ പോകുന്നെന്ന്? നിങ്ങൾക്കറിയാമോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതം സംഭവിക്കാൻ പോകുന്ന ദിവസമാണെന്ന്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ രോഗം മാറുന്ന ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. യേശു വിളിച്ചു മകളെ. യേശു സ്വന്തം അമ്മയെപ്പോലും സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ. പാപിയായ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ. യേശു കനാന്യ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ. എന്നാൽ ഇവിടെ യേശു അവളെ വിളിക്കുന്നത് ഈ രോഗസൗഖ്യം കിട്ടി സമാധാനത്തോടെ നിൽക്കുന്ന സ്ത്രീയെ നോക്കി അവളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് വിളിക്കുന്നു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. സ്തോത്രം. എല്ലാം ചെലവഴിച്ചവൾക്ക് ഒരു ചെലവും കൂടാതെ അത്ഭുതം സംഭവിച്ചു. എല്ലാം ചെലവഴിച്ച് നഷ്ടപ്പെടുത്തിയവൾക്ക്, രോഗസൗഖ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, എല്ലാം ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം താറുമാറായി പോയവൾക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവൾക്ക്, ആശകളിൽ അസ്തമിച്ചു പോയവൾക്ക് ഇപ്പോൾ അവൾക്ക് അത്ഭുതം നടന്നു. അവൾ സന്തുഷ്ടിയായി. പറഞ്ഞതെന്താണ്? മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിച്ച് ആദ്യം മുതൽ. 12 കൊല്ലമായി 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാരവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചുകൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് വസ്തുതയൊക്കെയും സംഭവിച്ചതൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ അനേകം പേരുടെ ജീവിതത്തിൽ ചില ബാധകളുണ്ട്. ഒഴിയ ബാധകളുണ്ട്, അഴിയ കുരുക്കുകളുണ്ട്. പലരും ചില രോഗബാധയിൽ അടിപ്പെട്ടവരായിരിക്കും, പാപത്തിൻ്റെ ബാധയുള്ളവരായിരിക്കും, പൈശാചികൻ ഞേടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും, സുബോധം നഷ്ടപ്പെടുത്തതക്കവണ്ണം പിശാച് പല ദുഷ്കൃതങ്ങളും ചെയ്തവരായിരിക്കും, അനേകം ഉപദ്രവങ്ങൾ പിശാചിൽ നിന്ന് കിട്ടിയവരായിരിക്കും, കുടുംബം തകർത്തവരായിരിക്കും, നിങ്ങൾ മൂലം കുടുംബത്തിൽ അനേകർക്ക് ദുഃഖം വന്നവരായിരിക്കും, നിങ്ങൾ അനേകർക്ക് പ്രയാസം വരുത്തിയവരായിരിക്കും, നിങ്ങൾ മൂലം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ഇതാ നടന്നു പോകുന്നു, യേശുവിൻ്റെ അരികത്തോട് നടന്നു പോകുന്നു. നിങ്ങളുടെ ബാധ യേശുവിനറിയാം. നിങ്ങളുടെ ബാധ എങ്ങനെ ശമിപ്പിക്കേണ്ടെന്ന് കർത്താവിനറിയാം. എല്ലാറ്റിൻ്റെയും ഉടമയും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനുമായ കർത്താവായ യേശു ക്രിസ്തു, രക്ഷകനായ മിശിഹാതമ്പുരാൻ, അവനിതാ ഇടയിൽ കൂടി നടന്നു വരുന്നു, നിങ്ങളുടെ അരികത്ത് കൂടി നടന്നു വരുന്നു. അവൻ പറയുന്നു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ഈ ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് റോഡിൽ യേശുവിന് മുമ്പിൽ കവിണ്ണു വീണ് സ്ത്രീയെപ്പോലെ നിങ്ങൾ ഹൃദയം കൊണ്ട് യേശുവിന് മുമ്പിൽ അങ്ങ് വീഴുക, ഹൃദയം കൊണ്ട് യേശുവിന് മുമ്പിൽ താഴുക. യേശുവേ,
യേശുവേ ഞാനൊരു ബാധയുള്ളവനാണ് കർത്താവേ, എനിക്ക് ചില ബാധയുണ്ട്, കോപത്തിൻ്റെ ബാധയുണ്ട് കർത്താവേ, കോപത്തിൻ്റെ ബാധ. അത് കുടുംബം കലക്കുന്നതാണ്. മാതാപിതാക്കളോട് പോലും ഞാൻ കോപിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് ഞാൻ കോപിച്ചിട്ടുണ്ട്, അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭർത്താവിനോട് ഞാൻ കോപിച്ചിട്ടുണ്ട്, ഞാൻ പരിഭവിച്ചിട്ടുണ്ട്. എൻ്റെ യേശുവേ എൻ്റെ അധ്യാപകരോട് കോപിച്ചിട്ടുണ്ട്, എൻ്റെ വിദ്യാർത്ഥികളോട് കോപിച്ചിട്ടുണ്ട് കർത്താവ്, ഓഫീസിലുള്ളവരോട് ഞാൻ കോപിച്ചിട്ടുണ്ട്, എൻ്റെ കരുണയുള്ള കർത്താവെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ കോപിച്ചിട്ടുണ്ട്. ദൈവമേ, കോപത്തിൻ്റെ ബാധ എൻ്റെ മേലുണ്ട്. അതൊരു പിശാച് ബാധയാണ്, സാത്താൻ്റെ ബാധയാണ്. ഈ കോപത്തിൻ്റെ ബാധ എന്നിൽ നിന്ന് മാറ്റി തരണമേ കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അനേകം ബാധകളുണ്ട്. കാമത്തിൻ്റെ ബാധയുള്ളവരുണ്ട്, അശുദ്ധിയുടെ ബാധയുള്ളവരുണ്ട്, ദുർനടപ്പിൻ്റെ ബാധയുള്ളവരുണ്ട്, വ്യഭിചാര ദോഷത്തിൻ്റെ ബാധയുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ബാധയും മാറ്റാൻ യേശു ഇതാ നടന്നു വരുന്നു. യേശുവിൻ്റെ അരികത്തോട് വരികയാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആശ്വാസകരമായി ദൂത് കർത്താവ് തരും, ആശ്വാസത്തിൻ്റെ വാക്കുകൾ കർത്താവ് തരും, സമാധാന കർത്താവ് നിങ്ങൾക്ക് തരും. എല്ലാ ബാധയും മാറ്റും. പിശാചിൻ്റെ ബാധയുള്ളവരുണ്ട്, ഭയത്തിൻ്റെ ബാധയുള്ളവരുണ്ട്. ഭയത്തിൻ്റെ ബാധ ഒരു ബാധയാണത്. ഭയത്തിൻ്റെ ബാധ കർത്താവ് മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ഭീരുത്വത്തിൻ്റെ ബാധയുണ്ട്, അതും കർത്താവ് മാറ്റിത്തരും. ഒരു തൻ്റെ ഇടമില്ലായ്മ ബാധയാണ്, അതും കർത്താവ് മാറ്റിത്തരും. നിങ്ങളുടെ എന്തെങ്കിലും കേട്ടാൽ ഒന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ബുദ്ധി മങ്ങിപ്പോയിരിക്കുന്നു, അതൊരു ബാധയാണ്. ദൈവത്തിന് സ്തോത്രം. അനേകം ബാധകളുണ്ട്. കുടുംബത്തിന്മേൽ ബാധകളുണ്ട്, കുടുംബത്തിന്മേൽ ശാപങ്ങളുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചില കേടുകളും കെടുതികളുമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ചില ദോഷങ്ങളുണ്ട്, അവർക്ക് ചില ഭാരങ്ങളും പ്രയാസങ്ങളുമുണ്ട്, അവർക്ക് ചില രോഗങ്ങളുണ്ട്. ബാധകൾ തന്നെ, അനേകം ബാധകൾ, പൈശാചി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ബാധകൾ. ഈ ബാധകളെല്ലാം തകർക്കുവാൻ യേശു പിതാവിൻ്റെ അരികത്തോട് വരികയാണ്, യേശുവിൻ്റെ സമീപത്തോട് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ വിളിക്കുക. കർത്താവേ, ബാധകൾ മാറ്റി തരുന്നവനെ, എൻ്റെ കുടുംബത്തിലെ ബാധകൾ മാറ്റി തരണമേ, എൻ്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറ്റി തരണമേ, എൻ്റെ കുടുംബത്തിൽ നിന്നെല്ലാ ദോഷങ്ങൾ മാറ്റി തരണമേ, എൻ്റെ മേലുള്ള എല്ലാ ബാധകൾ മാറ്റി തരണമേ. കർത്താവേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിൽ വരുന്നതായ എല്ലാ ബാധകളും കർത്താവേ എന്നിൽ നിന്ന് മാറ്റി എന്നെ വിശുദ്ധ പുരുഷനാക്കി തീർക്കണമേ, ഒരു വിശുദ്ധ ദൈവത്തിലാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. യേശുങ്ങൾ പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ബാധയൊഴിഞ്ഞ് സ്വസ്ഥയാകുക. ദൈവത്തിന് സ്തോത്രം. ബാധകൾ, ഏതെല്ലാം ബാധകളാണുള്ളത്. കർത്താവിന് സ്തോത്രം. തുടരെ അതാ ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറയിലേക്ക് വരുന്നു. അടുത്ത തലമുറയിലായപ്പോഴേക്കും മുൻ തലമുറയിലുണ്ടായിരുന്ന അന്നത്തെ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും സ്വത്തുക്കളും എല്ലാം കുറഞ്ഞു വന്നു. രണ്ടാമത്തെ തലമുറയായി, മക്കളുടെ കാലമായി, മിക്കവാറും എല്ലാം കുടിച്ച് മുടിച്ച് എല്ലാം തീർത്ത് കളഞ്ഞു. പിന്നത്തെ മക്കളുടെ കാര്യം ആകുമ്പോഴേക്കും ഒന്നുമില്ല, സാധുക്കളായി അവർ യാചകരെ പോലെ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു ബാധയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു പൈശാചിക ബാധയാണ്. സാത്താൻ നിങ്ങളെ ഇന്ന് ഞെരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൈശാചിയെ നിങ്ങൾ ഞെരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ബാധ മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ ബാധ മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. കർത്താവേ, ഞാൻ എവിടെ പോയാലും ബാധ മാറുകയില്ല. കർത്താവേ, ഞാൻ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്താലും ബാധ മാറുകയില്ല. എൻ്റെ കർത്താവേ, ഞാൻ നോമ്പ് നോക്കി, അല്ല കർത്താവേ, ഞാൻ പള്ളിപ്പെരുന്നാൾ കഴിച്ചു, അല്ല കർത്താവേ, ഞാൻ പള്ളിക്ക് മുത്തുകുട കൊടുത്തു. മോനെ, അതുകൊണ്ടൊന്നും മാറുകയില്ല കേട്ടോ, അതുകൊണ്ടൊന്നും മാറുകയില്ല. ബാധ മാറണമെങ്കിൽ ക്രൂസിൽ മരിച്ച രക്ഷകൻ്റെ തിരുരക്തം നിന്നെ തൊടണം. ഹല്ലേലൂയ. കുരിശിൽ മരിച്ച രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിന്നെ തൊടണം. ആ തിരുരക്തത്തിൽ നീ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ആ തിരുരക്തം മാത്രമേ ബാധ മാറ്റുകയുള്ളൂ. ക്രൂസിൽ മരിച്ച രക്ഷകൻ്റെ തിരുലാവിൽ നിന്നൊഴുകിയ തിരുരക്തം മാത്രമേ ബാധകൾ മാറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് നിങ്ങളോട് ഗുണകരമായി സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ, നിങ്ങളുടെ ബാധ മാറ്റാൻ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആ തൃപ്പാദത്തിൽ ഹൃദയം താഴ്ത്തുക. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടുകൂടി നിങ്ങൾ താഴുക. നിങ്ങൾ ആ കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ വീണിട്ട്, കർത്താവേ, എന്നോട് മനസ്സിലെയ്യണമേ, മിശിഹ മഹാഭാവിയെ എന്നോട് മനസ്സിലെയ്യണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കള്ളൻ വലുത്
വിഭാഗത്തെക്കളും പ്രാർത്ഥിച്ചതുപോലെ മിശിഹ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നാൾ നീ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ എൻ്റെ മേലുള്ള എല്ലാ രോഗബാധയും മാറ്റണമേ. എല്ലാ രോഗബാധയും മാറ്റി എൻ്റെ കർത്താവേ നീ എന്നിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ ഇപ്പോൾ തന്നെ എതിർക്കരം എൻ്റെ മേൽ വെച്ച് എൻ്റെ ജീവിതത്തിലെ ബാധകളെല്ലാം മാറ്റണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ പുതിയ വാക്ക് പറയുമോ? ഉടയവനെ എൻ്റെ ജീവിതം ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. രക്ഷക എൻ്റെ ജീവിതം ഇതാ നിൻ്റെ ആണിപ്പാടുടെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവായ യേശുവേ എൻ്റെ ഈ നിസ്സാര ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ച് തരികയാണ്. എന്നെ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ കാക്കണമേ, എന്നെ കർത്താവേ എന്നെ വഴി നടത്തണമേ, എൻ്റെ മേത്തർക്കരം വയ്ക്കണമേ. എൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം നീ മാറ്റി തരണമേ. കർത്താവേ എൻ്റെ ദൈവമേ, ശരീരത്തിലുള്ള ബാധകൾ രോഗബാധകളെല്ലാം നീ മാറ്റി തരണമേ. എൻ്റെ ആത്മാവിലുള്ള എല്ലാ കേടുകളും മാറ്റി തരണമേ. പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മാറ്റി യേശുവിൻ്റെ ഒരു പൈതലായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക. യേശുവേ ഇന്നു മുതൽ നാഥ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. തീരുമാനിക്കൂ. ഇന്നു മുതൽ പുതിയ ജീവിതം, അറിഞ്ഞൊരു പാവം ചെയ്യുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനത്തോടെയുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങുക. അനുഗ്രഹം സമൃദ്ധിയായി നിങ്ങളുടെ തലമേൽ കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിൻ്റെ ഈ പ്രിയമക്കൾ ഉയർത്തിരിക്കുന്ന കരങ്ങളെ അവിടെ നിന്ന് കാണുന്നുവല്ലോ കർത്താവേ. നിൻ്റെ മക്കളുടെ കരത്തിൽ അവിടുത്തെ ആണിപ്പാടുടെ കരം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ആവശ്യക്കാരായി കരമുയർത്തിയവരോട് മനസ്സറിയണമേ കർത്താവേ. ഇന്ന് തീരുമാനമെടുത്തവരെ തർക്കരങ്ങളിൽ വഹിക്കണമേ കർത്താവേ. അന്ത്യത്തോളം വിശുദ്ധിയെ പാലിച്ച് നിൽപ്പാൻ, യേശുക്രിസ്തുവിന് മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ട് നിൽപ്പാൻ ഈ മക്കൾക്ക് ഭാഗ്യം നൽകണമേ കർത്താവേ. ഇവരുടെ തീരുമാനത്തിന്മേൽ അവിടുന്ന് മുദ്ര വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗത്തിൻ്റെ അത്ഭുതം അനുഭവിച്ചുകൊണ്ട് ഈ മക്കൾ ഓരോരുത്തരും സമാധാനത്തോടെ പോകുവാനിടയാക്കണമേ. അവരുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനന്തര തലമുറയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ തിരുനാമത്തിൽ കൂടി മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.